സുഹൃത്തുക്കളെ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തപരമായൊരു കുക്കിങ്. നമ്മൾ ഒരു 1.5 കിലോളം ഉണ്ടോ ഒരു ഭീമൻ ഞണ്ട്. ഭീമൻ ഞണ്ടെന്ന് പറഞ്ഞാൽ 1.5 കിലോ വരാൻ കാരണം ഇതിൻ്റെ ഒരു കാല് പോയിട്ടുണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. അതിനകത്ത് നിന്ന് ഒരു കാല് പോയതുകൊണ്ട് ഇത് കയറി പോകത്തില്ല. അല്ലെങ്കിൽ ഇതിന് ഏകദേശം 6000 രൂപ വില വരുന്നതാണ്. അപ്പം നമുക്കിത് കിട്ടിയേക്കുന്നത് 900 രൂപയ്ക്കാണ്. വാരാപ്പുഴ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. അതിൻ്റെ മേടിക്കുന്ന വീഡിയോ അതിനകത്തുണ്ട്. നിങ്ങളത് പോയി കണ്ടിട്ട് വരുമ്പോഴത്തേനും ബാക്കി കാര്യങ്ങൾ കാണിക്കും. തായ്ലൻഡുകാർ മാത്രം കഴിച്ചാൽ പോരാ, ഇതുപോലത്തെ വലിയ ഞണ്ട് അടിപൊളി ഞണ്ട് കണ്ടോ. ഇവിടെ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂരൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. നമ്മളിത് മേടിക്കാൻ വന്നതാണ്. ഇത് സ്ഥലം വാരാപ്പുഴയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതല്ല എൻ്റെ ഡബിൾ എക്സൽ ഷർട്ടിൻ്റെ സൈസ് പറയുന്ന പോലെയാണ്. ഡബിൾ എക്സൽ ഉണ്ട്, എക്സൽ ഉണ്ട്. അങ്ങനെ ഇതാ ഇത് ഏകദേശം അതിൻ്റെ വെയിറ്റ് ഒന്ന് കാണിക്കാം. മോനെ വെയിറ്റ് നോക്കട്ടെ, ഇതിൻ്റെ വെയിറ്റ് നോക്കട്ടെ. 1,400 ഒരു ഞണ്ടിൻ്റെ വെയിറ്റ്. 1,400. ഇതിപ്പം ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണോ ചേട്ടാ? മോനെ ഇത് എക്സ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം ഉണ്ടാവും എന്ന് പറയാമോ? ആ, ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്. പക്ഷെ ഒരു കാല് പോയതുകൊണ്ട് ഇവരിത് കയറ്റി വിടുന്നില്ല. ഇത് കിലോയ്ക്ക് എക്സ്പോർട്ടാണ് എല്ലാവരും വരുന്നത്. കിലോയ്ക്ക് 3000. അപ്പൊ ഈ ഒരു ഞണ്ടിന് 6000 രൂപയുടെ ഞണ്ടാണ്. അപ്പൊ നമ്മളിത് മേടിച്ചു. ഇപ്പൊ ഇതിനെന്താ പറയുക? 600 രൂപ. ഏകദേശം 900 രൂപയുടെ മുതലായത്. പക്ഷെ ഇത് 6000 രൂപ. ഒരു കാലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 6000 രൂപ. അങ്ങനെ നല്ല വലിയൊരു ഡിഷ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നത് മുഴുവനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ ഞണ്ടിനെ ഇവിടെ സോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണോ? എക്സ്പോർട്ടാണോ? ഇത് കിലോ എത്ര വരും? ഇത് കിലോ 2500. ഒരു ഞണ്ടാണ് 930. ഉണ്ട്. അതെല്ലാം ഞണ്ടുകളായിരിക്കും. കണ്ടില്ലേ? നല്ല ഏത് രാജ്യങ്ങളിലേക്ക് ഇത് പോകുന്നത് കൂടുതൽ? മലേഷ്യ. കയറ്റിവിടാൻ വേണ്ടി ഇതെല്ലാം ഇതിനുള്ളിലെല്ലാം ജീവനുള്ള ഞണ്ടുകളാണ്. ചത്തുപോയാലും ഇതിന് വിലയില്ല. ഇത് കേട്ടില്ലേ? ഇതുണ്ടോ? ഇതിനകത്തുനിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പോയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. നമുക്കിത് മേടിക്കാൻ ഒരു കുഴപ്പമില്ല. നല്ല തിരഞ്ഞിടുവാണ്. എല്ലാം സെലക്ട് ചെയ്തിടുകയാണ്. മീഡിയം. ഇപ്പം കാണണമെങ്കിൽ കാണിച്ചു തരാം. ഇതുണ്ടോ? നമ്മുടെ കൈപ്പത്തി വെച്ച് കഴിഞ്ഞാൽ കൈപ്പത്തി എത്രത്തോളം വലിപ്പമാണെന്ന് കാണാൻ നിങ്ങൾക്കറിയാം. ഇവൻ്റെ ഒരു വലിയ കാല് കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ കാലും ഉണ്ടായിരുന്നത് 2 കിലോ ഉണ്ടായിരുന്നു. നമ്മളിവനെ ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇട്ട് കഴിയുമ്പം നമുക്ക് ചാവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ മീറ്റ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. നമ്മളെല്ലാം പച്ചയ്ക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇതെല്ലാം പോകും. അപ്പോൾ അവർ തന്നെ പറഞ്ഞു തന്നൊരു കാര്യമാണ് തിളച്ച വെള്ളത്തിൽ ഇടുക. അതൊരു ക്രൂവാലിറ്റി അല്ല, പക്ഷേ പെട്ടെന്ന് അങ്ങ് ചത്തോളൂ. നമ്മൾ ഓരോ കയ്യും കാലും പറിക്കുന്നതിനേക്കാളും ഭേദമാണ്. ഇവനെ ഈ വെള്ളത്തിലേക്ക് ഇടാം. നമ്മുടെ ഞണ്ട് തേട്ടെ ചത്തിട്ടുണ്ട്. ഇവനെ ഇനി നന്നെടുത്ത് കഴുകി വൃത്തിയായിരിക്കണം. നമ്മുടെ സ്ക്രബർ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ സ്ക്രബ് നല്ല ഈ മക്കളാവായോണ്ട് നല്ല ചെളി കാണും. കഴുകി വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട്. ഇതുണ്ടല്ലേ സൈഡിലൊക്കെ ഇതുപോലെ മണ്ണുണ്ട്. അതുകൊണ്ടെല്ലാം കഴുകി നന്നായിട്ട് ഉരച്ച് കഴുകണതുണ്ട്. ഇത് പെഞ്ഞണ്ടാണ്. പെഞ്ഞണ്ടിനെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. പെഞ്ഞണ്ടിനായിരിക്കും എപ്പോഴും പൊന്നുള്ളത്. പെഞ്ഞണ്ടിനെ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് പെഞ്ഞണ്ടും ആഞ്ഞണ്ടും കണ്ടുപിടിക്കുന്നത്. പൊന്നുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം. ഈ ഭാഗം നമ്മൾ പറിച്ച് കളയാണ്. പൊന്നുണ്ട് കേട്ടോ. അത് അകത്തുനിന്ന് കാണാൻ പൊന്ന്. നല്ല ചെളിയൊക്കെ പോയി വെളുത്ത് വരുന്നുണ്ട്. എൻ്റെ ഒരു കാല് കണ്ടോ? കാലിൻ്റെ വലിപ്പമാണ്. അപാര കാലം. ഒരു 1/4 കിലോ അടുത്തുണ്ട് ഒരു കാല് കണ്ടോ. ഈ ഒരു കാല് പോയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വെയിറ്റ് സാധനം കിട്ടിയത്. ഞണ്ടിനെ കുറിച്ച് നമുക്ക് ഈ കോട്ടയംകാർക്ക് കൂടുതൽ അറിവില്ല. ഇതിൻ്റെ ഇതിനകത്ത് മെയിനായിട്ടും ഇതിനകത്ത് വെള്ളമാണോ അതോ ഇതിനകത്ത് ഇറച്ചി ഉണ്ടോ എന്ന് അറിയുന്ന ഒരു ട്രിക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്.
നമ്മുടെ ഈ കാലിൻ്റെ ചെറിയ കാലിൻ്റെ ഈ ഭാഗത്ത് ഈ ഷെല്ലിൽ നമ്മൾ ഞെക്കി നോക്കുക. ഇതിപ്പം കുറച്ച് വെള്ളമുണ്ട്, കണ്ടോ, അമുങ്ങുന്നുണ്ട്, കണ്ടോ. ഇതിപ്പം നമ്മളത് മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഒരു 5ാമത്തെ ദിവസം ഇത് എടുക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. ഇങ്ങനെ അമുങ്ങുന്നുണ്ടെങ്കിൽ ആ ഞണ്ടിനകത്ത് വെള്ളമുണ്ട്, മീറ്റ് കുറവായിരിക്കും. ഇങ്ങനെ കട്ടിക്കിരിക്കണം, ഈ ഷെല്ല് നല്ല കനമായിട്ടിരിക്കണം. ഇതിപ്പം 3-4 ദിവസം തീറ്റ കഴിക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഇതുണ്ടോ, ഇതതിൻ്റെ ഒരു ട്രിക്ക് കേട്ടോ, നമുക്കറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. പിന്നെ കഴുകി വൃത്തിയാക്കി, നല്ലതായിട്ട് ബ്രഷ് ഇട്ട് കഴുകി വൃത്തിയാക്കി. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഓപ്പറേഷൻ. ഇവിടെ ഹെൽമറ്റ് ഇതിൻ്റെ പൊളിച്ചെടുക്കണം. മറ്റേ നമ്മൾ സാധാരണ ഞണ്ട് പോലെ പറ്റുകയില്ല. ഇതുണ്ടോ, ഇതുപോലെ ഏകദേശം കട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവനെ ഇങ്ങനെ പൊക്കാം. പൊന്ന് കാണുമായിരിക്കും. നിറയെ പൊന്നാട്ടോ, കണ്ടോ. ഇതാണ് പൊന്നെന്ന് പറയുന്നത്. പൊന്ന് കണ്ടോ, മുഴുവൻ പൊന്നാണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലേ. അടിപൊളി. അതിൻ്റെ അകത്ത് കണ്ടോ, നല്ല പൊന്നെന്ന് പറഞ്ഞാൽ പൊന്ന് കളറാണ്, കണ്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കത് സൂക്ഷിച്ച് ഇവനെ ഇനി ഇതെന്താണല്ലേ പതുക്കെ ഇവനെ എടുക്കണം. എന്താ, ആദ്യം ഇവനെ പതുക്കെ പറിച്ച് മാറ്റി വെക്കണതേ. ഈ പൊന്നങ്ങ് മാറ്റാതെ ഇത് മുഴുവൻ പോവും. കണ്ടില്ലേ, മാല കണക്കിന്. ഇത് കിട്ടുന്നതാണ് വലിയ കാര്യം. ഇവന്റെ പൊന്നെന്ന് പറഞ്ഞാൽ പൊന്നാണ്. ഇവനാണ് പൊന്ന്. ഇവൻ പൊന്ന് 916 ആണ്, കണ്ടോ. വളരെ കെയർ ചെയ്ത് നമ്മളിത്, ഇതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, അത് മാറ്റിയിട്ട് വളരെ കെയർ എടുക്കുന്നവരും. നമ്മൾ കഷ്ടപ്പെട്ടതിന് ഗുണം കിട്ടി. അവിടെ പോയി ഇത് മേടിച്ചുകൊണ്ട് നല്ല പൊന്നുള്ള ഐറ്റാ കിട്ടിയത്. ഇതിനകത്തെ അഴുക്കെല്ലാം മാറ്റിയിട്ട് പൊന്ന് മാത്രം എടുക്കുക. ഈ അഴുക്ക് കളയണേ, പൊന്ന് മാത്രമായിട്ട് വെക്കുക. ഇത് കുറച്ച് അഴുക്കുണ്ട്, ഇതിനകത്ത് എടുക്കാവുന്ന സാധനങ്ങളുമുണ്ട്, പിന്നെ അതെല്ലാം അഴുക്കാണ്. ഇതിനകത്ത് നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി ഈ പാടയൊക്കെ മാറ്റിയിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ ഈ കാലിനറ്റം ജസ്റ്റ് നമ്മൾ കത്തി കൊണ്ട് പൊട്ടുകല കേട്ടോ. നമുക്കതിന് ചെറിയ വേറൊരു പരിപാടിയുണ്ട്. എന്താ, നമ്മുടെ ഇടികലുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവനെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയാണ് ഇതൊന്ന് ചതയ്ക്കണം. ഇല്ലെങ്കിൽ നമുക്കിത് പൊട്ടിക്കാൻ പറ്റിയല്ല. ഒന്ന് കല്ലുകൊണ്ട് ഇടിച്ചൊന്ന്, അതല്ല പാറക്കെട്ട് ഇടിക്കുന്ന പോലെയാണ്. ഇങ്ങനെ ഇതുണ്ടോ, ഒന്നുകൂടെ കഴുകിയെടുക്കാം. നമുക്ക് ഒന്നേ പീസാക്കി എടുക്കണത്. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. ഉണ്ടോ, പീസാക്കി. ഇവിടെ കുറച്ച് പൊന്നുകളുണ്ട്, പൊന്നുകളൊന്നും വന്നിട്ടുണ്ട്. അയാൾ പുട്ട് എടുക്കരുത് കേട്ടോ, വൈറ്റ് വൈനൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ. നമുക്ക് കഴുകിക്കളയാതെ 4 പീസാക്കാൻ. ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും പൊന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അതാണ് നമ്മുടെ മുതൽ. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പരിചയപ്പെടാം. ഇത് ഏലക്ക, പട്ട, ഗ്രാമ്പു, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിപ്പഴം, ഇത് കൊച്ചുള്ളി സവോളയും കൂടെ അരിഞ്ഞാണ്, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിനി കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാം. ആദ്യം ഒരു പാൻ വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കുക.
കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ടേ. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, ഗരത്തിനുള്ള ഗരം മസാല ഇപ്പം ചൂടാക്കുക. എണ്ണ ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നല്ല ഫ്ലേവർ കിട്ടും നമുക്ക് ആ ഗ്രേവിക്ക്. ആദ്യമേ നമ്മൾ ഇതുപോലെ ഇട്ടത് പൊട്ടിക്കുകയാണെങ്കിൽ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ചെറുതായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, പച്ചമുളക്, സവാള നമുക്ക് ചേർക്കും. ചുവന്നുള്ളി കൂടുതൽ ചേർക്കുന്നതാണ് രണ്ടിനെപ്പോഴും ടേസ്റ്റ് വരുന്നത്. ഏകദേശം അതുപോലെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒരുമാതിരി വഴന്ന് ഒരു ബ്രൗൺ കളർ, പച്ചപ്പൊക്കെ മാറിയ ഒരു ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇതിൻ്റെ വിഷാംശമൊക്കെ മാറാൻ വേണ്ടിയാണ്. പിന്നെ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി ഒരു 2 സ്പൂൺ, പിന്നെ കുരുമുളക് 1 സ്പൂൺ. ഇത്തിരി എരിവ്, ഈ ഞണ്ടുകറിക്ക് എപ്പോഴും ഒരു ശകല എരിവുള്ളതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ പച്ചക്കുരുമുളക് കിട്ടുന്നുള്ളവർ പച്ചക്കുരുമുളക് അരച്ച് ചേർക്കുകയാണെങ്കിൽ കുരുമുളകിന് പകരം നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഞണ്ട് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ഞണ്ട് നോക്കിയെടുക്കുന്ന കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പെണ്ണണ്ട് കിട്ടുമെങ്കിൽ എടുക്കുക. പെണ്ണണ്ടിനാണ് ഈ പൊന്നുള്ളത്. പെണ്ണണ്ടിനാണ് ഈ പൊന്നുള്ളത്. പെണ്ണണ്ട് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. മസാല ഒരുമാതിരി ചൂടായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കരിയരുത്. അതിന് മുമ്പ് തക്കാളി ഇട്ട് കൊടുക്കുക. 2 ചെറിയ തക്കാളി അരിഞ്ഞാണ്. തക്കാളി ഇട്ട ശേഷം കുറച്ച് വെള്ളം. ഇത് നമ്മൾ ഒരു തുണ്ട് കുടംപുളി ചേർക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഞണ്ടിനൊക്കെ ഭയങ്കര ഗ്യാസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഞണ്ട്, കൊഞ്ച് ഒക്കെ. അപ്പോൾ നമുക്ക് വയറ്റിൽ പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. ഇതിട്ട് നാളെ രാവിലെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എപ്പോഴും പ്രത്യേകം ചേർക്കണം. മഞ്ഞപ്പൊടി, കുടംപുളി എപ്പോഴും മറക്കാതെ തന്നെ ചേർക്കുക. നീരാണ് ചകലം ചേർത്ത് കൊടുക്കാം. ഉപ്പുകല്ല് കുതിർത്ത് വെച്ച കലക്കിയ ഉപ്പിന് എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ട് വഴന്ന എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു നല്ലോണം തിളച്ചോട്ടെ കേട്ടോ. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഞണ്ടിട്ട് കൊടുക്കണേ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി. ഇന്നത്തെ അഴുക്കെല്ലാം ഒരുപാട് അഴുക്കുണ്ട് ഇതിനകത്ത്. നമ്മൾ കാണിച്ചു തന്നായിരുന്നു വീഡിയോക്കകത്ത്. അതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കളയണം. ഒരു ഞണ്ടാണ്. ഒറ്റ ഞണ്ട് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ പാത്രം നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാണാം. അതിൻ്റെ കാലിൻ്റെ വലിപ്പം കണ്ടില്ലേ? ശകലം വെള്ളം ഒഴിക്കണേ. കെട്ടി നമ്മൾ കണ്ടൊരു 5 മിനിറ്റ് കൂടെ വേവിച്ചിട്ടുണ്ട്. പൊന്നി എടുത്തോണ്ട അതൊക്കെ നല്ല മൂളി വെച്ചോണ്ട് നല്ല കട്ടിയായിട്ടുണ്ട്. കണ്ട സെറ്റായിരിപ്പുണ്ട്. കാണാം. അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മളിത് നേരത്തെ ചേർത്ത് ഇത് കലങ്ങി പോകത്തുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് ഇത് പൊന്നായിട്ട് തന്നെ കിട്ടും. അതാണ് കറിയുടെ ടേസ്റ്റ്.
കറിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ശകലം വെള്ളമൊക്കെ പറ്റി. ഇപ്പം നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ലേശം ഉപ്പും കൂടെ ചേർക്കാം. നമ്മുടെ ഈ പുളി എടുത്തങ്ങ് മാറ്റിക്കളഞ്ഞേക്കാം. നമുക്കൊരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഓഫ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ക്രാബ് ഉണ്ട്. അങ്ങോട്ട് സൂപ്പർ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഗ്രേവി തന്നെ. ഗ്രേവി ഇങ്ങനെ തിക്കാണ്, നന്നായിട്ട് തിക്കായിട്ട് ഗ്രേവിക്കാണ്. ഞണ്ടിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ ഗ്രേവിക്കാണ്. അല്ല, പച്ചക്കുരുമുളകാണെങ്കിൽ ഒന്നുകൂടെ ആയിട്ട് വരും. നമുക്ക് അവസാനം ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഒരു ഫ്ലേവറിന്, കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ശകലം കുരുമുളകും കൂടെ. തീയൊന്ന് ഓഫ് ചെയ്യാം നമുക്ക്. ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല സ്മെല്ലാണ് വരുന്നത്. നല്ലൊരു ചാറൊക്കെ കുറുകി നല്ല പരുവാണ്. അപ്പം നമുക്ക് പിന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. കണ്ടോ, എൻ്റെ ആ കളറും കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ ഒരു ഞണ്ടാണ് കണ്ടില്ലേ, ഇത്ര വലിയ ബൗളിൽ ഇത് നമുക്കൊരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ ഈ പൊന്ന് തന്നെ എടുത്ത്, ഇതിൻ്റെ ഒരു ഇച്ചിരി ഗ്രേവിയും കൂടെ എടുത്ത്, നല്ല ചൂടുണ്ട്. അടിപൊളി സാധനമാണ്. പറഞ്ഞാലത് മനസ്സിലാകില്ല, കഴിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. ഞണ്ടിനും ഇപ്പോഴും ഗ്രേവിയാണ് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് പൊന്നതുപോലെ തന്നെ ബന്ധു വന്നിട്ടുണ്ട്. കണ്ടോ, ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇതിന്. ഇതുപോലെ വ്യത്യസ്തകരമായ രുചികളും യാത്രകളും യാത്രാനുഭവങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ എത്തുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.